വെൽക്കം ടു ദ വീഡിയോ. ഈ വീഡിയോയിൽ സബ്ജക്റ്റ് പ്രോനൗൺ, ഒബ്ജക്റ്റ് പ്രോനൗൺ ഇവ എന്താണെന്നാണ് മനസ്സിലാക്കാൻ പോകുന്നത്. അപ്പോൾ എന്താണ് പ്രോനൗൺ എന്ന് ആദ്യം മനസ്സിലാക്കണം. പ്രോനൗൺസ് ആർ വേർഡ്സ് ദാറ്റ് വി യൂസ് ഇൻ ദ പ്ലേസ് ഓഫ് എ നൗൺ. പാർട്സ് ഓഫ് സ്പീച്ച് എന്നുള്ള വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു പ്രോനൗൺ എന്താണ്, നൗൺ എന്താണെന്നൊക്കെ. അപ്പോൾ പ്രോനൗൺ എവിടെ ഉപയോഗിക്കുക? നൗണിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട്. അതിനെ റിപ്പീറ്റ് ചെയ്യേണ്ട, ഒരേപോലെ വീണ്ടും വീണ്ടും ആ പേരെടുത്ത് പറയേണ്ട ആവശ്യമില്ല. എന്തുപയോഗിച്ചാൽ മതി? പ്രോനൗൺ ഉപയോഗിച്ചാൽ മതി. രേഖ ഈസ് മൈ ഫ്രണ്ട്. രേഖ എൻ്റെ ഫ്രണ്ടാണ്. അത് നൗണാണ്, രേഖ. എന്നാൽ രണ്ടാമത്തെ സെന്റൻസിലും രേഖയെക്കുറിച്ച് തന്നെ പറയുന്നത് കൊണ്ട് രേഖ എന്ന പേര് റിപ്പീറ്റ് ചെയ്യേണ്ട ആ നൗണിനെ. അതിന് പകരം നമുക്ക് പ്രോനൗൺ ഉപയോഗിക്കാം. ഷീ ഈസ് എ ഡാൻസർ. അത് സബ്ജക്റ്റിന്റെ സ്ഥാനത്താണ് ഇരിക്കുന്നത്, ഷീ. ഐ വിസിറ്റഡ് ഹെർ യെസ്റ്റർഡേ. ഇതില് ഹെർ എന്ന് പറയുന്നതും ആര് തന്നെയാണ്? രേഖ എന്ന് രേഖ തന്നെയാണ്. പക്ഷെ അതെന്തുകൊണ്ടാണ് അവിടെ ഷീയിൽ നിന്ന് വ്യത്യസ്തമായി ഹെർ എന്നായി മാറിയത്? അത് വെർബിന് ശേഷം ഒബ്ജക്റ്റ് ആയിട്ടാണ് വരുന്നത്. ആ സെന്റൻസിൽ വിസിറ്റഡ് ഹെർ എന്ന് പറയുന്നത്, ഹെർ എന്നുള്ളത് ഒബ്ജക്റ്റ് പ്രോനൗൺ ആണ്, എന്നാൽ ഷീ എന്നുള്ളത് സബ്ജക്റ്റ് പ്രോനൗൺ ആണ്. അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. ടോം ഹാസ് എ പെറ്റ് ക്യാറ്റ്. ടോമിന് ഒരു പെറ്റ് ക്യാറ്റ് ഉണ്ട് എന്നാ പറയണം. ഹി ലൈക്ക് ഇറ്റ് വെരി മച്ച്. ഇവിടെ ഹി എന്ന് പ്രോനൗൺ ഉപയോഗിച്ചിരിക്കുന്നു. ടോമിനെ തന്നെ റിപ്പീറ്റ് ചെയ്യണ്ട എന്ന് പറഞ്ഞിട്ട് ഹി എന്നുള്ള പ്രോനൗൺ ഉപയോഗിച്ചിരിക്കുന്നു. അതേപോലെ തന്നെ ക്യാറ്റിനെയാണ് ഇറ്റ് എന്നുകൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ട് മനസ്സിലാക്കാം. സബ്ജക്റ്റ് പ്രോനൗൺ എങ്ങനെയാണ് ചേഞ്ച് ആവുക നോക്കുക. ഐ ആണെങ്കിൽ അത് ഒബ്ജക്റ്റിന്റെ സ്ഥാനത്തേക്ക് പോകുമ്പോൾ മീ എന്നായി മാറുന്നു. യു സിംഗുലർ ഫോമിലാണെങ്കിൽ അത് ഒബ്ജക്റ്റ് പ്രോനൗൺ ആയി മാറുമ്പോൾ യു എന്ന് തന്നെയാണ്. അവിടെ മാറ്റം വരുന്നില്ല, യു എന്നുള്ള. ഹി ആണെങ്കിൽ ഹിം, ഷീ ആണെങ്കിൽ ഹെർ, ഇറ്റ് ആണെങ്കിൽ അതേ ഇറ്റ് തന്നെ, വി ആണെങ്കിൽ അസ്. ഒബ്ജക്റ്റ് പ്രോനൗൺ എന്ന് വെച്ചാൽ വെർബിന് ശേഷം വരുന്നവയാണ്. ഇപ്പൊ SVO പാറ്റേൺ എന്നൊക്കെ പറയുമ്പോൾ സബ്ജക്റ്റ്, വെർബ്, ഒബ്ജക്റ്റ്. അവിടെ ഒബ്ജക്റ്റിന്റെ സ്ഥാനത്ത് വരുന്ന പ്രോനൗൺ ആണെങ്കിൽ അതിന് ഫോം വ്യത്യാസം വരും. സബ്ജക്റ്റിന്റെ സ്ഥാനത്ത് വരുന്ന പ്രോനൗണും ഒബ്ജക്റ്റിന്റെ സ്ഥാനത്ത് വരുന്ന പ്രോനൗണും തമ്മിൽ വ്യത്യാസം വരും. വി ആണെങ്കിൽ അസ്, യു ആണെങ്കിൽ പ്ലൂറലായിട്ടാണ് യു ഉപയോഗിക്കുന്നതെങ്കിൽ അവിടെയും യു തന്നെയാണ് വരിക. ഇനി ദേ എന്നുള്ളതിന് ദം എന്നുള്ളതാണ് വരിക. അങ്ങനെ ഇതൊക്കെ നല്ല രീതിയിൽ മനസ്സിലാക്കുക. കാരണം ആക്റ്റീവ് വോയിസിൽ നിന്ന് പാസീവ് വോയിസിലേക്ക് സെന്റൻസ് മാറ്റുമ്പോൾ സബ്ജക്റ്റ് ഒബ്ജക്റ്റ് ഇന്റർചേഞ്ച് വരും. അപ്പോഴൊക്കെയാണ് നമുക്കിത് വളരെ ഉപയോഗപ്പെടുക. അപ്പൊ ഇതൊക്കെ നല്ല രീതിയിൽ മനസ്സിലാക്കുക. ഐ ഡോണ്ട് നീഡ് ദിസ് പെൻ. എനിക്ക് ഈ പെന്ന് ആവശ്യമില്ല എന്നാ പറയുന്നത്. ഐ ഡോണ്ട് നീഡ് ദിസ് പെൻ. അടുത്ത സെന്റൻസിൽ നോക്കുക. യു ക്യാൻ ടേക്ക് ഇറ്റ്. അവിടെ ഇറ്റ് എന്ന് പറയുന്നത് ഒബ്ജക്റ്റ് പ്രോനൗൺ ആണ്. അതെന്തിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? പെൻ എന്നുള്ള നൗണിനെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് ഒബ്ജക്റ്റ് സ്ഥാനത്തായതുകൊണ്ടാണ് അത് ഇറ്റ്. ഐ ഡോണ്ട് നീഡ് ദീസ് പെൻസ്. എനിക്ക് ഈ പെന്നുകളൊന്നും ആവശ്യമില്ല എന്ന് പറയുന്നു. ഇവിടെ പെൻസ് എന്നാണ്, പ്ലൂരലാണ്. അവിടെ പെൻ മാത്രമായിരുന്നു, അതുകൊണ്ട് ഇറ്റ് എന്ന് ഉപയോഗിച്ചു. ഇവിടെ പെൻസ് ആണ്, പ്ലൂരലാണ്. അപ്പൊ എന്തായി ഒബ്ജക്റ്റ് പ്രോനൗൺ? യു ക്യാൻ ടേക്ക് ദം. നിനക്ക് വേണമെങ്കിൽ എടുക്കാം. ദം എന്നായി മാറി ഒബ്ജക്റ്റ് പ്രോനൗൺ, അത് പ്ലൂരൽ ആയതുകൊണ്ട്. എക്സാമ്പിൾസ് നോക്കുക. ഷീ വാണ്ട്സ് ടു സീ മീ ബട്ട് ഐ ഡോണ്ട് വാണ്ട് ടു സീ ഹർ. ഇതൊരു കോമ്പൗണ്ട് സെന്റൻസ് ആണ്. രണ്ട് സിമ്പിൾ സെന്റൻസുകൾ ബട്ട് എന്നുള്ള കൺജങ്ഷൻ ചേർത്ത് ഉപയോഗിച്ച് എഴുതിയിരിക്കുകയാണ്. അപ്പൊ ഇതില് ഷീ വാണ്ട്സ് ടു സീ മീ, അവൾ എന്നെ കാണാൻ ആഗ്രഹിക്കുന്നു, പക്ഷെ ഞാൻ അവളെ കാണാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറയുന്ന ഈ സെന്റൻസില് ഷീ വാണ്ട്സ് ടു സീ മീ, അതിലെ ഷീ എന്നുള്ളത് ഒബ്ജക്റ്റിന്റെ സ്ഥാനത്തേക്ക് പോയപ്പോൾ എന്തായി മാറി? ഹെർ. അതുപോലെ തന്നെ മീ എന്നുള്ള ഒബ്ജക്റ്റിന്റെ സ്ഥാനത്തുള്ള പ്രോനൗൺ സബ്ജക്റ്റിന്റെ സ്ഥാനത്തേക്ക് മാറിയപ്പോൾ എന്തായി? ഐ. ഷീ വാണ്ട്സ് ടു സീ മീ ബട്ട് ഐ ഡോണ്ട് വാണ്ട് ടു സീ ഹെർ. വി വാണ്ട് ടു സീ ദം. ഞങ്ങൾ അവരെ കാണാൻ ആഗ്രഹിച്ചു, ബട്ട് ദേ ഡോണ്ട് വാണ്ട് ടു സീ us. അവർക്ക് ഞങ്ങളെ കാണണമെന്നില്ല എന്ന് പറയുന്ന ഈ സെന്റൻസില് വി എന്നുള്ള സബ്ജക്റ്റ് പ്രോനൗൺ, അത് സബ്ജക്റ്റിന്റെ സ്ഥാനത്തായതുകൊണ്ടാണ് വി. അത് ഒബ്ജക്റ്റിന്റെ സ്ഥാനത്തേക്ക് മാറിയപ്പോൾ എന്തായി? അസ്.
അതേപോലെ ദം എന്നുള്ള ഒബ്ജക്റ്റ് പ്രോനൗൺ സബ്ജക്റ്റിന്റെ സ്ഥാനത്ത് വന്നപ്പോൾ ദേ എന്നായി മാറുന്നു. ഇങ്ങനെ കുറേ എക്സാമ്പിൾ നിങ്ങൾ വായിച്ച് മനസ്സിലാക്കണം. യു വാണ്ട് ടു സീ ഹർ, ബട്ട് ഷീ ഡസൻറ്റ് വാണ്ട് ടു സീ യു. നീ അവളെ കാണാൻ ആഗ്രഹിക്കുന്നു, പക്ഷെ അവൾ നിന്നെ കാണാൻ ആഗ്രഹിക്കുന്നില്ല. ഇവിടെ യു എന്നുള്ളത് സബ്ജക്റ്റിന്റെ സ്ഥാനത്താണ്, ഹെർ എന്നുള്ളത് ഒബ്ജക്റ്റിന്റെ സ്ഥാനത്താണ്. എന്നാൽ ഹെർ എന്നുള്ളത് സബ്ജക്റ്റിന്റെ സ്ഥാനത്തേക്ക് മാറിയപ്പോൾ എന്തായി? ഷീ. എന്നാൽ യു എന്നുള്ള സബ്ജക്റ്റ് പ്രോനൗണും അത് ഒബ്ജക്റ്റിന്റെ സ്ഥാനത്തേക്ക് മാറിയപ്പോഴും അതേ യു തന്നെയാണ്. അപ്പൊ അതാണ് യുവിന്റെ പ്രത്യേകത. സബ്ജക്റ്റ് പ്രോനൗണും ഒബ്ജക്റ്റ് പ്രോനൗണും ഒന്ന് തന്നെയാണ്. യു. യു വാണ്ട് ടു സീ ഹെർ, ബട്ട് ഷീ ഡസൻറ്റ് വാണ്ട് ടു സീ യു. ഹി വാണ്ട്സ് ടു സീ us. അവൻ ഞങ്ങളെ കാണാൻ ആഗ്രഹിച്ചു, ബട്ട് വി ഡോണ്ട് വാണ്ട് ടു സീ ഹിം. ഞങ്ങൾക്ക് അവനെ കാണാൻ ആഗ്രഹമില്ല എന്ന് പറയുന്ന ഇതില്, ഈ സെന്റൻസില് ഹി എന്നുള്ളത് ഒബ്ജക്റ്റിന്റെ സ്ഥാനത്തേക്ക് പോയപ്പോൾ എന്തായി? ഹിം. അതേപോലെ അസ് എന്നുള്ള ഒബ്ജക്റ്റ് പ്രോനൗൺ സബ്ജക്റ്റ് ആയപ്പോൾ വി എന്നായി മാറുന്നു. അപ്പൊ ഇങ്ങനെ ഈ സബ്ജക്റ്റ് പ്രോനൗണിനെയും ഒബ്ജക്റ്റ് പ്രോനൗണിനെയും നല്ല രീതിയിൽ മനസ്സിലാക്കുക. ഐ ഡോണ്ട് ഈറ്റ് ചോക്ലേറ്റ്സ്. ഞാൻ ചോക്ലേറ്റ് കഴിക്കില്ല. ഇപ്പൊ ചോക്ലേറ്റ്സ് എന്നുള്ളതിന് എന്താക്കിയിട്ടാണ് ഒബ്ജക്റ്റിന്റെ സ്ഥാനത്ത് വന്നിരിക്കുന്നത്? ദം. കാരണം അത് പ്ലൂറൽ ആയതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഒരു ചോക്ലേറ്റ് ഒക്കെ ആണെങ്കിൽ ഐ ഡോണ്ട് ലൈക്ക് ഇറ്റ് എന്ന് പറയായിരുന്നു. പക്ഷെ ഇവിടെ പ്ലൂറൽ ആയതുകൊണ്ട് ദം എന്നാണ് ഒബ്ജക്റ്റിന്റെ സ്ഥാനത്ത് വരേണ്ടത്. ഇന്ദു നെവർ ഡ്രിങ്ക്സ് കോഫി. ഇന്ദു കോഫി കുടിക്കാറില്ല. ഷീ ഡസൻറ്റ് ലൈക്ക് ഇറ്റ്. അവിടെ എന്താ വന്നിരിക്കുന്നത് ഒബ്ജക്റ്റിന്റെ സ്ഥാനത്ത്? ഇറ്റ്. അപ്പൊ ഇങ്ങനെ ഇത് മനസ്സിലാക്കുക ഒബ്ജക്റ്റ് പ്രോനൗൺ. ഈ സെന്റൻസുകളൊക്കെ നോക്കുക. ഐ വാണ്ട് ദാറ്റ് ബുക്ക്. എനിക്ക് ആ ബുക്ക് വേണം. ക്യാൻ യു ഗിവ്? എന്താ വരിക? ക്യാൻ യു ഗിവ് ഇറ്റ്. ബുക്കിന് പകരം എന്താ വരിക? ഇറ്റ്. ഐക്ക് പകരം ഐ എന്നുള്ളത് ഒബ്ജക്റ്റിന്റെ സ്ഥാനത്തേക്ക് പോകുമ്പോൾ എങ്ങനെ എഴുതേണ്ടി വരും? മീ. ക്യാൻ യു ഗിവ് ഇറ്റ് ടു മീ? ഇതാണ് അതിന്റെ കറക്റ്റ് ഫോം. ഐ വാണ്ട് ദാറ്റ് ബുക്ക്. ക്യാൻ യു ഗിവ് ഇറ്റ് ടു മീ? മീ എന്നുള്ളത് ഒബ്ജക്റ്റിന്റെ സ്ഥാനത്താണ്, ഐ എന്നുള്ളത് സബ്ജക്റ്റിന്റെ സ്ഥാനത്താണ്. ബുക്കിന് പകരം ഏതാ ഉപയോഗിച്ചിരിക്കുന്നത്? ഇറ്റ്. അത് സബ്ജക്റ്റ് ആണെങ്കിലും ഒബ്ജക്റ്റ് ആണെങ്കിലും ഇറ്റ് തന്നെ ഉപയോഗിക്കുക. ഹി വാണ്ട്സ് ദ കീ. അവനെന്താ ആവശ്യമുള്ളത്? കീ. താക്കോൽ ആവശ്യമുണ്ട്. ക്യാൻ യു ഗീവ്? കീക്ക് പകരം എന്താ പറയുക? കീ എന്നുള്ളത് സിംഗുലർ ആണ്, ഒരേ ഒരു കീ ആണ് പറയുന്നത്, കീസ് എന്നില്ല. ഹി വാണ്ട്സ് ദ കീ. ക്യാൻ യു ഗിവ് ഇറ്റ്? ഹീക്ക് പകരം എന്താ? ഹീക്ക് പകരം ഒബ്ജക്റ്റ് പ്രോനൗൺ എന്താണ്? ഹിം. ക്യാൻ യു ഗിവ് ഇറ്റ് ടു ഹിം? ഹി എന്നുള്ളത് സബ്ജക്റ്റിന്റെ സ്ഥാനത്തായതുകൊണ്ടാണ് ഹിം എന്നുള്ളത് ഒബ്ജക്റ്റിന്റെ സ്ഥാനത്ത്. വെർ ഈസ് അനു? ഐ വാണ്ട് ടു ടോക്ക്. അനുവിന്റെ പ്രോനൗൺ, അനുവിന് പകരം ഉപയോഗിക്കുന്ന പ്രോനൗൺ എന്താ? ഷീ. ഷീന്റെ ഒബ്ജക്റ്റ് പ്രോനൗൺ ഹെർ. ഐ വാണ്ട് ടു ടോക്ക് ടു ഹെർ. ഐ ആം ടോക്കിംഗ് ടു യു. യുവിന്റെ പ്രത്യേകത എന്താണ്? യു സബ്ജക്റ്റിന്റെ സ്ഥാനത്താണെങ്കിലും ഒബ്ജക്റ്റിന്റെ സ്ഥാനത്താണെങ്കിലും യു എന്നുള്ളത് യു തന്നെയാണ്. ഐ ആം ടോക്കിംഗ് ടു യു. ഞാൻ എൻ്റെ അടുത്താണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. പ്ലീസ് ലിസൺ. ഐ ഒബ്ജക്റ്റിന്റെ സ്ഥാനത്തേക്ക് പോകുമ്പം എന്തായി മാറും? മീ. പ്ലീസ് ലിസൺ ടു മീ. വെർ ആർ ദ ടിക്കറ്റ്സ്? ടിക്കറ്റ്സ് എവിടെയെന്നാണ് ചോദിക്കണം. ഐ ക്യാൻറ്റ് ഫൈൻഡ് ദ ടിക്കറ്റ്സിന് പകരം ടിക്കറ്റ്സ് എന്നുള്ളത് പ്ലൂറൽ ആണ്, അതുകൊണ്ട് ഇറ്റെന്ന് ഉപയോഗിക്കാൻ പറ്റില്ല. ഐ ക്യാൻ ഫൈൻഡ് ദം. ഇങ്ങനെ സബ്ജക്റ്റ് പ്രോനൗണിനെയും ഒബ്ജക്റ്റ് പ്രോനൗണിനെയും നല്ല രീതിയിൽ ഉദാഹരണങ്ങളിലൂടെ മനസ്സിലാക്കുക.